ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പെരി പെരി അൽഫാമാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചിക്കന് 4 ഭാഗമായിട്ട് കട്ട് ചെയ്തതിൽ നിന്ന് 2 പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലെഗ് വരുന്ന ഒരു പീസാണ് എടുത്തിട്ടുള്ളത് രണ്ടും. നമുക്ക് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഞാൻ ഇതിലെ വെള്ളമൊക്കെ പോകാനായിട്ട് ഒരു ക്ലോത്ത് വെച്ച് നന്നായി തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതുപോലെ കത്തി വെച്ചിട്ട് നന്നായിട്ട് കട്ടിട്ട് കൊടുക്കുക. ഫ്ലഷി ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ആഴത്തിൽ തന്നെ കട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം കത്തി വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ നന്നായിട്ട് കുത്തി കൊടുക്കുന്നുണ്ട്, മസാലയൊക്കെ ഉള്ളിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലൊരു 15 അല്ലിയോളം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 മാരിനേഷനാണ് ചേർക്കുന്നത്. ഫസ്റ്റിലെടുത്ത മാരിനേഷന് വേണ്ടിയിട്ടാണിത്. ഒരു 10-15 പച്ചമുളക് ചേർക്കുക എരിവിനനുസരിച്ചിട്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു മാഗി ക്യൂബ് കയ്യിലുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി മതി. കണ്ടില്ലേ, ഈ ഇത്രയും പീസാണ് അതിൽ ചേർക്കുന്നത്. നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത്. പിന്നെ നമുക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് മല്ലിയില കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ആ സമയത്ത് എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാഞ്ഞത്. എന്നിട്ട് ഈ ഒരു ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. നമ്മൾ ആ ഒരു കട്ടിട്ട ഭാഗത്തൊക്കെ ഉള്ളിൽ വരുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഹാമറൊക്കെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തിയുടെ ആ ഒരു റോളർ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് ചിക്കനെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല സോഫ്റ്റായി കിട്ടും ചിക്കൻ. എന്നിട്ട് 2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വറ്റൽമുളക് ഒരു 10-15ഓളം വറ്റൽമുളക് എടുത്തിട്ട് ഒന്നങ്ങ് ചൂടാക്കിയിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് കയ്യിലുള്ളവരാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. ഞാനിപ്പോൾ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഇല്ലാത്തതുകൊണ്ട് വീട്ടിലുണ്ടാക്കിയെടുക്കുന്നതാണ്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ തന്നെ സെക്കൻഡ് മാരിനേഷൻ ചെയ്തെടുക്കാം. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമുക്ക് ചിക്കനിലേക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു തക്കാളിയുടെ പകുതിയും അതുപോലെ ഒരു സവാളയുടെ ഒരു 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ജീരകമാണ് വേണ്ടത്. വലിയ ജീരകമല്ല, ചെറിയ ജീരകം 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂണ് ഗരം മസാല, പിന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും, പിന്നെ 1 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും, പിന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് 1 ടീസ്പൂണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഉപ്പ് കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് വേണ്ട. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്നങ്ങ് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നന്നായിട്ട് ഈ ഒരു മാരിനേഷന് കൂടി തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സെക്കൻഡ് മാരിനേഷൻ കൊടുക്കുന്നത്. ഞാൻ ഇതൊരു 4 മണിക്കൂറോളം ഫ്രിഡ്ജിൽ തന്നെ മാറ്റുന്നുണ്ട്. അപ്പോൾ ടൈം ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ വെക്കുക. തലേദിവസം രാത്രിയൊക്കെ വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, നല്ല സോഫ്റ്റും ആയിരിക്കും. ചിക്കനിലൊക്കെ നന്നായിട്ട് നമ്മുടെ ആ ഒരു എരിവും പുളിയും ഒക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും. അപ്പോൾ ഞാൻ ഒരു 4 മണിക്കൂറിന് ശേഷമാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. നമുക്കിത് ഗ്രില്ല് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഓവനിൽ വെച്ച് ചെയ്യാം. ഞാനിപ്പോൾ സോസ് പാനിലാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു പെരി പെരി സോസ് തയ്യാറാക്കുന്നുണ്ട്. അതിനായിട്ട് 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മുളക് പൊടിയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക്, ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കനാണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു സോസാണ് ഇതിൻ്റെ സ്പൈസി ആയിട്ട് കൂടുതലായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സോസ് എത്രത്തോളം നമ്മൾ ആ ചിക്കനിൽ ചേർക്കുന്നോ അത്രയും സ്പൈസി ആയിരിക്കും നമ്മുടെ ചിക്കൻ പീസസ്. പിന്നെ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്തിട്ടുള്ളത്. ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് എണ്ണയിൽ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിത് അടച്ച് വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു ഷാലോ ഫ്രൈ ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ചിക്കൻ പീസസ് അതിലേക്ക് വെക്കുക. അതിന് ശേഷം നമ്മളിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം. ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെയും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ആ ഒരു രീതിയിൽ കുക്ക് ചെയ്തെടുത്താൽ മതി. കറക്റ്റ് അരമണിക്കൂറാകുമ്പോഴത്തേക്കിനും ഈ ഒരു പീസ് കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടും കിട്ടും. നമ്മൾ ഗ്രില്ല് ചെയ്യുന്നതിനേക്കാളും നല്ല സോഫ്റ്റായിട്ട് ഈ ഒരു പാനിൽ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഗ്രില്ല് ചെയ്യാനായിട്ട് ഇപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ ആ ഒരു മെത്തേഡിൽ ചെയ്യാം. നമ്മുടെ ഈ സെയിം മാരിനേഷൻ തന്നെ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇത് റെഡി ആയിട്ട് വരുമ്പോഴാണ് നമ്മുടെ പെരി പെരി സോസ് ഇതിൻ്റെ മുകളിലേക്ക്
നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്, ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സോസ് പാനിൽ ഈ ഒരു എണ്ണയിൽ കുക്കാവോ എന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടും ജ്യൂസി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, സോസ് പാൻ എല്ലാവരുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് ഈ റെസിപ്പി കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ വേണമെങ്കിൽ OTGയിൽ ചെയ്യാം, അല്ലെങ്കിൽ സാധാരണ നമ്മൾ കനലിട്ടിൽ ഗ്രില്ല് ചെയ്യാറുണ്ടല്ലോ, ഇപ്പോൾ ഏകദേശം എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു മെത്തേഡിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് കുക്കായി എന്ന് കണ്ടാൽ നമുക്ക് ഈ ഒരു പെരി പെരി സോസ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇതിൻ്റെ മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ചിട്ട് നമ്മൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡിലേക്കും ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്നാണ് കരുതുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ ഒരുപാട് റെസിപ്പീസൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണാത്തിട്ടുണ്ടെങ്കിൽ കണ്ടു നോക്കി ട്രൈ ചെയ്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു നല്ല നല്ല റെസിപ്പീസായിട്ട് വരുമ്പോഴേക്കും താങ്ക് യു.